ഇന്ന് അടിത്തറ പ്രമേയമായി അവതരിപ്പിച്ച വിഷയത്തെ സംബന്ധിച്ച് ERNൽ പറഞ്ഞ അദ്ദേഹം വിശദമായി അവിടെ സംസാരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞതാണ്. ഈ വിഷയം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ പ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഓരോ വർഷവും നമ്മുടെ പ്ലാൻ വിഹിതത്തിൽ 0.5% വീതം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നൊരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. 30% ആകെയുള്ള പ്ലാൻ സൈസിൻ്റെ 30% വരെ ഓരോ ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ച് കൊടുക്കണം എന്നാണ്. ഇപ്പോൾ 28% ഈ വർഷം വെച്ചിരുന്നത്. ആ തുകയിലാണ് കാര്യമായ ഒരു വെട്ടിക്കുറവ് വരുത്തിയത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ 1500 കോടിയിലധികം വെട്ടിക്കുറയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 3 വർഷം മുമ്പുണ്ടായിരുന്ന പ്ലാൻ സൈസിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക പ്രശ്നമായിട്ട് നേരത്തെ സഭയിൽ പറഞ്ഞിരുന്നു, മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും പദ്ധതി വിഹിതത്തിൽ ഉള്ള കുറവ് വലിയ തോതിലാണ്. 6 കോടി രൂപ ഉള്ള ഒരു മുനിസിപ്പാലിറ്റിക്ക് 2 കോടിക്ക് അടുത്തേ വരൂ എന്നത് കുറേ കണക്കുകൾ വെച്ച് പറഞ്ഞു. ആ കണക്കുകൾ ഇവിടെ പറയുന്നില്ല. പഞ്ചായത്തുകൾക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്, ധനകാര്യമന്ത്രി അദ്ദേഹമാണ്, അദ്ദേഹം പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ചിരുന്നതിൽ 20,000 കോടിയോളം റവന്യൂ ഡെഫിസിറ്റ് പ്ലാനിൻ്റെ എക്സ്പെക്ട് ചെയ്തിരുന്ന തുക വരാത്തതുകൊണ്ട് അത് കട്ട് ചെയ്ത പ്ലാനിൽ നിന്നാണ്. ഒന്നാമത്തെ കാര്യം, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കഴിഞ്ഞ 2 വർഷം ഒരു പണവുമില്ല. ഞങ്ങൾ വരുന്ന ആദ്യത്തെ വർഷം 19,000 കോടി, അതിനടുത്ത വർഷം 13,000, അതിനടുത്ത വർഷം 4,000 കോടി, പിന്നെ 2 വർഷം ഒന്നുമില്ല. ആ സമയത്തും പഞ്ചായത്തുകൾക്ക് കൊടുത്ത പ്ലാനിൽ കട്ടിങ് വന്നിട്ടില്ല. തദ്ദേശ സ്വയംഭരണ പ്ലാനിങ് കട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഉള്ള പണത്തിനേക്കാളും കുറവല്ലല്ലോ ഇപ്പോൾ. പണത്തിൽ ആക്ച്വലി കുറവ് വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ അവതരിപ്പിച്ച ആകെ ബഡ്ജറ്റ്, പ്ലാനല്ല ആകെ ബഡ്ജറ്റ് 1,97,000 കോടിയായിരുന്നു. ആക്ച്വൽസ് വന്നപ്പോൾ അത് 1,92,000 കോടി സ്പെൻഡ് ചെയ്തു. ഈ വർഷത്തെ ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് ചില എക്സസ് ഉണ്ട് എന്ന് പറഞ്ഞ് ചെറുതായി കുറച്ചിട്ടുണ്ടോ? ഒരു കുറച്ചു, ഓക്കെ. പക്ഷേ ധവളപത്രം പണ്ഡിതന്മാരുൾപ്പെടെ കണക്ക് കൂട്ടി എടുത്ത കണക്കനുസരിച്ച് ഈ വർഷത്തെ പരിഷ്കരിച്ച ബഡ്ജറ്റ് തുക 2,27,000 കോടിയാണ്. അപ്പോൾ LDF ഗവൺമെൻറ് ആകെ പ്രവർത്തിച്ച് പുറകോട്ട് പോയി, ബുദ്ധിമുട്ടാക്കി, കടമാക്കി, ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളുകൾ 1,97,000 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റെങ്കിൽ എല്ലാ പരിശോധനയും കഴിഞ്ഞ് ഇപ്രാവശ്യം ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 2,27,000 കോടി ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ 30,000 കോടിയാണ് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടി. ഇതെന്ന് പറഞ്ഞാൽ 15% വർധന ആക്ച്വൽസിലുണ്ട്. എന്നിട്ടും പറയുന്നത് ആകെ സാമ്പത്തികമായി ഞങ്ങൾ കുഴപ്പത്തിലാക്കുന്ന. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇന്നത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് GSTയുടെ വന്നത്, കഴിഞ്ഞ 2 മാസത്തെ വന്നത്, കേരളത്തിൽ റെക്കോർഡ് വരുമാനമാണ്. ഈ റെക്കോർഡ് വരുമാനം ഈ ഗവൺമെൻറ് ഭരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതുവരെ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും കൃത്യമായിട്ട് എഫക്റ്റീവായിട്ടില്ലല്ലോ. എന്നിട്ടെങ്ങനെ GST വരുമാനം അത്രയും വർദ്ധിച്ചത്? നമ്മുടെ റവന്യൂ നമുക്ക് കിട്ടേണ്ട സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതം വർദ്ധിച്ചു, ഇതൊക്കെ വർദ്ധിച്ചു. അപ്പോൾ ആ വർധന ഉള്ളത് കൊണ്ട് തന്നെ 30,000 കോടി രൂപ ആകെ നമ്മുടെ ബഡ്ജറ്റ് സൈസ് വർദ്ധിച്ചപ്പോൾ എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ വെട്ടിക്കുറവ് വരുന്നത്? ഈ വെട്ടിക്കുറവ് വന്നാലുള്ള എഫക്റ്റ് എന്താ? ഇവിടെ പറഞ്ഞു, ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട പാലിയേറ്റീവ് രംഗത്തും മറ്റ് രംഗത്തും ഒക്കെ കൊടുക്കേണ്ട അടക്കമുള്ള പണം കുറവ് വരും. അപ്പോൾ ഈ പണം ഇല്ലാത്തതല്ല പ്രശ്നം. ഏറ്റവും വലിയൊരു കോൺസെൻട്രേഷൻ, എല്ലാ അധികാരവും കൂടി ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് വകുപ്പുകൾ അനുഭവിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ 102 പേര് കൈയടിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. പക്ഷേ ഞങ്ങൾ 3 പേര് കഴിഞ്ഞ മന്ത്രിസഭ അംഗങ്ങളായിരുന്നവരാണ്. മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ കൂടെയുള്ള പാർട്ടികളുടെ പ്രതിനിധികളാണല്ലോ വിളിക്കുന്നത്, ശ്രീ പ്രവീൺ അടക്കം. സാധാരണ ഈ പ്ലാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? പ്ലാനിംഗ് ബോർഡ് ചർച്ച ചെയ്യും, ഓരോ വകുപ്പ് മന്ത്രിമാരെയും വകുപ്പും ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് ചർച്ച ചെയ്തിട്ട് പ്ലാൻ ഉണ്ടാക്കും. ഇവിടെ പ്ലാൻ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തോന്ന് എനിക്കറിയില്ല. ഫലത്തിലെന്താ? മന്ത്രിമാരുടെ എല്ലാ വകുപ്പുകളിലും ഇതുപോലെ കുറയുമ്പോൾ ഈ കുറവ് ആ ദൈനംദിനം അവിടുത്തെ പ്രവർത്തനത്തെ ബാധിക്കും. മന്ത്രിമാർ പോയി വകുപ്പ് സെക്രട്ടറിമാർ പോയി ഫിനാൻസ് സെക്രട്ടറിയുടെ അടുത്ത് പോകണം, ഫിനാൻസ് മിനിസ്റ്ററുടെ അടുത്ത് മന്ത്രിമാർ പോകണം. എല്ലാ പവറും, ഫിനാൻഷ്യൽ പവേഴ്സ് മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നം, മുഖ്യമന്ത്രിയും പ്ലാനിംഗ് മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരാളാവുന്ന പ്രശ്നമാണ്. ഇത് സാധാരണ ധനകാര്യമന്ത്രി വേറൊന്നായിരിക്കും, പ്ലാനിങ്ങും മുഖ്യമന്ത്രി പലപ്പോഴും എടുക്കാറുണ്ട്. അപ്പോൾ ഇത് മൂന്നോട് ഒരുമിച്ചാണ്. മന്ത്രിമാർക്ക് തന്നെ അവരുടെ വകുപ്പിൽ എത്ര വെട്ടിക്കുറച്ചെന്നൊക്കെ ഇനി പ്രവർത്തിച്ച് പോകുമ്പോഴാണ് മനസ്സിലാകാൻ പറ്റുന്നത്. ഞങ്ങൾക്കറിയാം പ്ലാനിൻ്റെ ഭാഗമായിട്ട്
പല റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്ന സ്കീമുകളും പ്ലാനിനകത്ത് തന്നെ വരുന്നത്. അതിനൊന്നും പണം കിട്ടാതെ വരും. ഇഷ്യൂ ഇത്രയേ ഉള്ളൂ, 30,000 കോടി രൂപ ഈ വർഷം ആക്ച്വൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചപ്പോൾ 3,000 കോടി രൂപയെ പ്ലാനിനകത്ത് വർദ്ധിച്ചുള്ളൂ ഞങ്ങളുടെ പദ്ധതി അനുസരിച്ച് തന്നെ. ആ 3,000 കോടി വെട്ടിക്കുറച്ചിരിക്കുന്നു. അതാണ് 30,000 കോടി യഥാർത്ഥത്തിൽ വർദ്ധിച്ചല്ലോ, അതിന് സംശയമില്ലല്ലോ. 30,000 കോടി പ്ലാനിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ബഡ്ജറ്റിൽ ഈ വർഷം വർദ്ധിച്ചു. അതിനകത്ത് യാതൊരു തർക്കവും ശ്രീ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല. ആ 30,000 കോടി വർദ്ധിച്ചപ്പോൾ 3,000 കോടി പ്ലാനിൽ കുറഞ്ഞു. എന്തിനാ? പ്ലാൻ മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. ബാക്കി എത്രയോ കട്ട് ചെയ്തു. സ്ത്രീ സുരക്ഷാ പദ്ധതി മാത്രം 1,700 കോടി കട്ട് ചെയ്തു. 1,700 അല്ല, 2,000 കോടി കട്ട് ചെയ്തു. കണക്ട് വർക്കിനകത്ത് കുറച്ചു. ശമ്പളത്തിൻ്റെ കുടിശ്ശിക കൊടുക്കാനുള്ള DAയുടെയും DRൻ്റെയും കുടിശ്ശിക കൊടുക്കാനുള്ളത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാനിനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്ലാൻ കൃത്യമായ ഓരോ വകുപ്പിൻ്റെയും എക്സ്പെൻസാണ്. ആ എക്സ്പെൻസ് നോക്കി ഓരോ വകുപ്പും ചെയ്യേണ്ട പണത്തിന് വലിയ കുറവാണ് വരാൻ പോകുന്നത്. മന്ത്രിമാർ കൂട്ടുത്തരവാദിത്തത്തോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. എന്തായാലും കൂട്ടുത്തരവാദിത്തം വേണ്ടത്ര ഉണ്ടായിരുന്നെങ്കിൽ മദ്യനയത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തില്ല എന്നുള്ള പ്രശ്നം വരില്ല. അതിനേക്കാളും വലിയ അപകടമാണ് ഈ പ്ലാനിൻ്റെ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയധികം പണം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, 1,97,000 കോടി ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് സൈസിൽ നിന്നും ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് കുറച്ച് പണം അവർക്ക് ചെലവ് അതിനകത്ത് കുറച്ചിട്ട് പോലും 2,27,000 കോടിയാണ് ധവളപത്ര വിദഗ്ധന്മാരുടെ ഉൾപ്പെടെ പരിശോധനയും കണക്കും കഴിഞ്ഞ് വച്ചിരിക്കുന്നത്. 30,000 കോടി ഒരു വർഷം കൊണ്ട് 15% വർദ്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ പണമുണ്ട് എന്ന് ശ്രീ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും അംഗീകരിച്ചതാണ് ഈ പുതിയ ബഡ്ജറ്റ്. അങ്ങനെ വെച്ചിട്ടും അതിനകത്ത് ഏറ്റവും സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണം കൊടുക്കുന്നില്ല. ഇതിന് കൂടെ ഗുരുതരമായ പ്രശ്നമാണ് സ്പിൽ ഓവർ എന്ന നിലയിൽ കഴിഞ്ഞ വർഷം വെച്ചിരുന്ന പണം കൊടുക്കാത്തത്. സ്പിൽ ഓവർ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? സാധാരണഗതിയിൽ ബഡ്ജറ്റ് മാർച്ച് മാസത്തിലാണ് നമ്മൾ പണം കൊടുക്കുക. മാർച്ച് മാസത്തിൽ ഒരു 15-ാം തീയതി കഴിഞ്ഞിട്ടൊക്കെയാണ് മൂന്നാം ഗഡു സാധാരണ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എങ്ങനെയാണ് അത് ചില സമയത്ത് ഏതെങ്കിലും ഒരു കാര്യം ചിലവാക്കി തീർക്കാൻ പറ്റിയില്ലെങ്കിൽ സ്പിൽ ഓവർ അനുവദിക്കും. ഇവിടെ ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ ചോദിക്കേണ്ടി വന്നു. ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു. ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഉദ്യോഗസ്ഥന്മാർ സാധാരണ എന്താ പറയുന്നത്? ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചാലേ ചെയ്യാൻ പറ്റും. മന്ത്രിമാർക്കൊക്കെ ഞങ്ങളെല്ലാം മന്ത്രിമാരാണ്, ഞങ്ങളൊക്കെ ആ സമയത്ത് തീരുമാനിച്ചാൽ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ട് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ആ സമയത്ത് അനുവദിച്ചില്ല. പക്ഷേ ആ പണം ഉള്ളതുകൊണ്ടാണല്ലോ 6,300 കോടി രൂപ കാഷ് ബാലൻസ് ഉണ്ട് എന്ന് വന്നത്. ആ പണത്തിൽ നിന്ന് പണം കൊടുക്കേണ്ടതല്ലേ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരന്തരമായി നല്ല വാചക കസർത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം വേദികളെല്ലാം ഉപയോഗിക്കുകയാണ്. ഈ വസ്തുത കണക്കാണ്, പണമാണ്, അതുള്ളതാണ്, അത് കൃത്യമായി കൊടുക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ മാത്രമൊന്നുമല്ല, എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്കുള്ളതുപോലെ തന്നെ UDF ഉണ്ട്. UDF ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. ഞാൻ പിന്നെ കണക്ക് പറഞ്ഞു, കുറച്ച് കൂടുതലുണ്ട്. UDF കുറച്ച് കൂടുതലുണ്ട്. അപ്പം മന്ത്രിമാർക്കും പണം കിട്ടാൻ പോകുന്നില്ല ഭാവിയിൽ. വേണമെങ്കിൽ അവിടെ ചെന്ന് ധനകാര്യ വകുപ്പിൻ്റെ അനുവാദം മേടിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. തദ്ദേശ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളൊരു കാര്യം മനസ്സിലാക്കണം. ആകെയുള്ള ബഡ്ജറ്റിൽ ഇത്രയും പണം വർദ്ധിച്ചിട്ടും തരാവുന്നത് തന്നില്ല. അതിന് കഴിഞ്ഞ ഗവൺമെൻറ്റിനെ എപ്പോഴും കുറ്റം പറയണ്ട. ഇപ്പോൾ എല്ലാ ദിവസവും കഴിഞ്ഞ ഗവൺമെൻറ്റിനെ കുറ്റം പറയുക, പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ മുഖ്യമന്ത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾ തന്നെ അധികാരത്തിൽ ഇരിക്കുന്നു, LDF അധികാരത്തിൽ ഇരിക്കുന്നു എന്ന തരത്തിലാണ് എല്ലാത്തിനും മറുപടി പറയുന്നത്. അപ്പം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ആക്ട് ചെയ്യുന്നതെന്ന് നിർത്തി മുഖ്യമന്ത്രിയായിട്ട് ആക്ട് ചെയ്യണം. ഈ പറഞ്ഞ കൃത്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളിത് പറഞ്ഞത്.